ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നുമില്ല, ഒരു ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് സാധനം ഷോപ്പ് ചെയ്യോ കാര്യങ്ങളൊന്നുമല്ല, ഒരു പ്രതീക്ഷിക്കാണ്ട് ഒരു ഷോപ്പ് കണ്ണി വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ കേട്ടോ. ഇത് നമ്മൾ ഗുരുവായൂരുള്ള പ്രിയങ്ക ഫാൻസി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാട്ടോ. ഇതാണ് ഫ്രണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ ആ ടോയ്സ് ഉണ്ട് അപ്പോൾ നോക്കിയതാട്ടോ. അപ്പോൾ ആ ടോയ്സ് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കുഞ്ഞ് കുറേ ടോയ്സുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ പിന്നെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കി. ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ആക്കാമെന്ന്. കാരണം അത്ര അധികം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര അധികം സാധനങ്ങൾ. ഇത് സാധാരണ റീറ്റെയിൽ ഷോപ്പാണ്. ഇനിയിപ്പോൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റീറ്റെയിൽ ഷോപ്പാണ് ഇത്. എന്താ പറയുക, ഹോൾസെയിൽ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയ പോലെയാണ് കേട്ടോ. ബൾക്ക് സാധനങ്ങളെന്ന് അറിയില്ലേ, എന്തുമാത്രം സാധനങ്ങളാണെന്ന് അറിയാം. ഞാൻ ഇത്രയും എന്താ പറയുക സാധനങ്ങളുള്ള ഷോപ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലേ. പിന്നെ നമ്മൾ തൃശ്ശൂർ ഗുഡ് വിൽ അങ്ങനത്തെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളല്ലേ. ഇത് അത്ര കോസ്റ്റ്ലി അല്ല കേട്ടോ. 10 രൂപ തൊട്ട് തുടങ്ങണ ഐറ്റംസ് എന്ന് പറയില്ലേ. ഇപ്പോൾ കണ്ട ഒരു ബ്രഷ് ഇല്ലേ, മൊത്തം കവർ ചെയ്തിട്ടുള്ള, അതിന് 40 രൂപ കേട്ടോ. അതുപോലെ വളകൾ കണ്ടില്ലേ, കുട്ടികളുടെയും വലിയവർക്കും എല്ലാവർക്കും പറ്റി. ഇതൊക്കെ വളകളുടെ ഒരു കൂമ്പാരം എന്നറിയില്ലേ, അങ്ങനെ കേട്ടോ. എല്ലാത്തിനും ഇതാട്ടോ. പക്ഷേ ഞാൻ പറയണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പക്ഷേ നല്ല എന്താ പറയുക, ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ക്രീം, സോപ്പ് അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു തൃപ്തി ഇല്ലായി കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എനിക്ക് ബ്രാൻഡോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് റേറ്റ് കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാർ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിലാണെങ്കിലും നമുക്ക് നല്ല ഡ്രസ്സിന് മെച്ചായിട്ടൊക്കെയുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മാല, അതുപോലെ അത്ര അധികം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ആരെങ്കിലും എന്താ പറയുക ഗുരുവായൂർക്ക് പോകുമ്പോൾ, ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക ഐറ്റംസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ഹെയർ ബാൻഡുകളാട്ടോ. അങ്ങനെ തെങ്ങിക്കൂടിക്കെടുക്കാന്നറിയില്ല, അത്ര അധികമായിട്ടോ ഹെയർ ബാൻഡുകൾ. ഇതൊക്കെ കയ്യുമിടാൻ പറ്റിയ എന്താ പറയുക ബാൻഡുകളില്ലേ, അതങ്ങനത്തെ ആട്ടോ. പക്ഷേ എന്താ പറയുക 30, 20, 30, 40 ആ റേഞ്ച്. ഇതൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള സ്റ്റോണാട്ടോ. അതിനൊക്കെ ഇങ്ങനെ എൻ്റെ എന്താ പറയുക ഇതിൽ കാണുമ്പോൾ അതിനൊരു ഭംഗിയോ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മാലകളുടെ സെക്ഷനാട്ടോ. നമുക്ക് ഏത് ടൈപ്പ് മാലകൾ വേണമെങ്കിലും കിട്ടുന്നുണ്ട്. ആയുക്ക് അതിനുള്ളിൽ കയറിയിട്ട് എന്താ പറയുക ആകെ ചിക്കി മാതി നടക്കുകയായിരുന്നു കേട്ടോ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ. പിന്നെ അവർക്ക് പറ്റിയത് ആ ഫസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ ടോയ്സിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ലാസ്റ്റ് ഏതോ ഒരു സെക്ഷനിൽ കുറച്ചുള്ളൂ കേട്ടോ. ടോയ്സ് അല്ല മെയിനായിട്ടുള്ളത്, ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. കണ്ടോ, ഇതൊക്കെ കയ്യുമ്പോൾ ആ ഒരു വള, ആ ഒരു ടൈപ്പ് സംഭവങ്ങളാട്ടോ അതൊക്കെ. റേറ്റും ഉണ്ട് കേട്ടോ, 200, 300 വരെയൊക്കെ ഉണ്ട് സാധനങ്ങൾ. പക്ഷെ നമുക്ക് വേണം, നമ്മൾ നോക്കിയെടുത്താലും എന്താ പറയുക 10 രൂപ തൊട്ടുണ്ടെന്നറിയില്ല, അങ്ങനെയുണ്ട് കേട്ടോ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഞാൻ ചെന്ന നേരത്തെ എന്ന് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാൻ കയറിയതാന്ന് പറയില്ലേ, ചെന്ന് അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ. അത് കാരണം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് റേറ്റ് അറിയണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുടെയൊക്കെ കവറുമ്മലും അതുപോലെ ഈ കമ്മലിൻ്റെ ഒക്കെ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ റേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കുറേ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. കാരണം ഇതാണ് ഇങ്ങനെ ട്രൈകൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രൈ ഇഷ്ടമുള്ളതല്ല ഏതെങ്കിലും ഒരു ട്രൈ എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ മുഴുവൻ അതിലിട്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക എടുക്കാനൊന്നായിട്ട്. ഇത് കണ്ടോ, നെയിൽ പോളിഷിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക കൂട്ടിട്ടോ കേട്ടോ നെയിൽ പോളിഷ് കണ്ടോ. എത്ര അധികം നെയിൽ പോളിഷൊന്നും ഞാൻ എന്ന് പറയുക ഒറ്റ ഷോപ്പിലും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ റിങ്ങുകളാട്ടോ, മോതിരങ്ങൾ. അപ്പോൾ അതിന് കുറേ നേരം നിന്നിട്ട് കുറേ നേരം മോതിരം വാങ്ങിത്തായോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നിൽക്കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അതിന് വാങ്ങിക്കൊടുക്കാനായിട്ട്. കാരണം അവർ വായിൽ ഏത് നേരെ കയ്യും അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ മോതിരം കണ്ട് ചിലപ്പോൾ ഇങ്ങനെ വായിൽ പോയാലോ ഇനി വറ്റി പോകണ്ടെന്ന് വെച്ചിട്ട് അത് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ആ കുറേ നേരം ഒന്ന് പറഞ്ഞതാട്ടോ എൻ്റെ അടുത്ത് റിങ് വാങ്ങിത്തരാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാനെങ്കിലും
എന്താ പറയുക, ഗുരുവായൂർ പോകണമെങ്കിൽ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാട്ടോ. കാരണം നമ്മൾ ഫ്രണ്ട് കണ്ടിട്ട് അത് ആർക്കും കയറാൻ തോന്നില്ല. കാരണം ഫ്രണ്ടിൽ ചെറിയ രീതിയിലാണ്. പിന്നെ പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഉള്ളിൽ നമുക്ക് ഇത്രയും ഐറ്റംസും നമുക്ക് അങ്ങനെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് വീഡിയോ. അപ്പോൾ എന്ന് വെച്ചിട്ട് മറ്റുള്ള ഷോപ്പിൽ കയറേണ്ടതെന്നല്ല കേട്ടോ പറഞ്ഞു. പക്ഷേ നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടെങ്കിൽ ഇങ്ങനെ ചാകര എന്ന് പറയില്ല, അതുപോലെ ഇട്ടൊക്കെ എടുക്കണം. ഇതൊക്കെ റബ്ബർ ബാൻഡുകളാട്ടോ. പക്ഷേ റബ്ബർ ബാൻഡിനേക്കാളും ഭംഗി അതിൻ്റെ ആ കുപ്പിയുണ്ടല്ലോ അതാ. ഇത് ഞാൻ കണ്ടപ്പോൾ ആദ്യം ആയുൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പേന പോലെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് അപ്പം ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന നേരത്തെ എനിക്ക് തോന്നിയത് നമ്മൾ ഈ ചൈനക്കാരും കൊറിയക്കാരും ഇങ്ങനെ മുടി ഇങ്ങനെ കുത്തി വയ്ക്കുന്നുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ആയുൻ്റെ അടുത്ത് പറഞ്ഞ പേനയാണ് മോനെ അവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യണ നേരത്താണ് തോന്നിയത്. പിന്നെ കുറേ ചാവികൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ കേട്ടോ ഇതുപോലത്തെ. ഇതാണ് ഞാൻ കുറേ നേരം നോക്കിയിരുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും എന്നോടും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുമോൾക്ക് ഇങ്ങനത്തെ കുത്താനാണല്ലോ പറ്റുള്ളൂ. അവളെ കുഞ്ഞു മുടിവിലേക്ക് പറ്റി കുഞ്ഞു ക്ലിപ്പുകൾ ഇടാം. നല്ല ഭംഗിയിട്ടതാണ്, നല്ല രസം കേട്ടോ. എനിക്ക് എല്ലാതും ഇഷ്ടപ്പെടാൻ. റേറ്റും ഇല്ല കേട്ടോ, 10 രൂപയ്ക്കുള്ള ഓരോന്നിന്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലത് 20 രൂപ, ചിലത് ഇങ്ങനെ 25. അതൊക്കെ വളരെ കുറവുള്ളൂ കേട്ടോ. കൂടുതൽ ഈ 10-ൻ്റെയും 15-ൻ്റെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അത് നല്ല ഭംഗിയുടെ നല്ല ക്യൂട്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുന്ന നേരത്തെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട് എനിക്ക്. കണ്ടോ ഈ ഷോപ്പ് അത്രയും എന്താ പറയുക, ഒരു തരി ഗ്യാപ്പില്ല എന്നറിയില്ല. എല്ലാ ഗ്യാപ്പിലും അവർ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതത്ര നീറ്റായിട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയ്ക്ക് അധികം സാധനങ്ങളുള്ളതല്ലേ എന്ന് വെച്ചിട്ട് എന്താ പറയുക, വലിച്ചു വാരി ഇട്ട് നോക്കും അങ്ങനെ ഒന്നല്ല കേട്ടോ. ഓരോ സെക്ഷൻ ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാമല്ലോ വീഡിയോയിൽ. ഓരോ ഇതായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാനും എല്ലാത്തിനും സുഖം കേട്ടോ. ഒരുപാട് ഐറ്റംസ് എന്നാണ്, ഒരുപാടുണ്ട്. ഇനി മുകളിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അവിടെ ഒരു സ്റ്റെയർ ഉണ്ട്, പക്ഷേ മുകളിലുണ്ടോ എന്ന് ഞാൻ പിന്നെ ചോദിക്കാം. താഴത്തെ കണ്ടോ ഇവിടെ ഉണ്ട്. അവിടം വരെ പൊട്ടുകളാട്ടോ, നിറയെ പൊട്ടുകളാണ്. അപ്പോൾ പിന്നെ ചോദിക്കാനൊന്നുമില്ല. താഴെ തന്നെ അത്യാവശ്യം സാധനങ്ങളുണ്ട് നമുക്ക് കാണാനും എടുക്കാനുമായിട്ട്. പിന്നെ നമുക്ക് തോന്നും ഇങ്ങനെ ചെറിയ വിലയുടെയല്ലേ, 10 രൂപ 20 രൂപയ്ക്കല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിച്ച് നമ്മൾ എടുത്തിടുന്നുണ്ടോ. പക്ഷെ ലാസ്റ്റ് ബില്ല് കൊടുക്കണം നേരത്ത് അത്യാവശ്യം ഒരു ബില്ലാവും ഉണ്ടാകും. നമുക്ക് അങ്ങനെ തോന്നില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ. കാരണം അത്രയധികം സാധനങ്ങളുണ്ട്. നമുക്ക് ഈ റേറ്റല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാവും നമ്മൾ എടുക്കണത് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ യൂട്യൂബിൽ നോക്കിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ആരൊക്കെയോ ഓരോ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രിയങ്ക ഫാൻസി ഷോപ്പിൻ്റെ. ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവില്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് പോകണടുത്ത് ഒരു ആലുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട് കുറച്ച് മുന്നായിട്ട് ആലിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓപ്പോസിറ്റായിട്ട് ഗവൺമെൻറ് UP സ്കൂൾ ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് പോയാൽ മതി ആരെങ്കിലും പോകണേ. കറക്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ആ സ്കൂളുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അവിടെ കയറി നോക്കിക്കോ. നല്ല കളക്ഷൻസ് ഉണ്ടാവും. എന്തായാലും ആര് കയറിയാലും എന്തെങ്കിലും വാങ്ങാണ്ട് പോരില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നും. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നമ്മളെ പെൺമക്കളൊക്കെ ഉള്ള അമ്മമാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടാവും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിന്ദൂരം ഇടുന്ന ചെപ്പുകളാട്ടോ. അതിൻ്റെ റേറ്റൊന്നും ഞാൻ നോക്കിയില്ല. അതുപോലെ കുന്നിക്കുരൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുവായൂരമ്പലമെല്ലാം അടുത്തുള്ളത് അതുകൊണ്ടായിരിക്കാം. കുന്നിക്കുരു 55 രൂപയായിട്ട് ഒരു പാക്കറ്റിന് എഴുതിയിട്ടുള്ളത്. പിന്നെ അല്ലറ ചില്ലറ കണക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രമാണെന്ന്. ഓരോ വളയുടെയൊക്കെ സെക്ഷൻ കണ്ടില്ലേ, എന്തോരെ കൊണ്ടിട്ട് നോക്കണം. എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് പോലെയായിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവസാനം കുറേ തപ്പിത്തെറിഞ്ഞാലും വീണ്ടും ഈ ക്ലിപ്പുകളുടെ ഭാഗത്ത് തന്നെ എത്തുന്നുണ്ട്. കാരണം ഉണ്ണിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മോൾക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ 10 രൂപയുടെ ഇരുന്നു കേട്ടോ.
ഇതുപോലെ തന്നെ ഇത് എന്താ പറയുക, ടിക്കോ അങ്ങനെ എന്തോ ഒരു സംഭവമില്ല, അതുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കയറ്റണതുണ്ട് കേട്ടോ. അതാണ് ഞാൻ മോൾക്ക് എടുത്തിട്ട്. ഇതൊക്കെ അങ്ങനത്തെ കേട്ടോ, നമ്മൾ ടിക്കല്ല ബാക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റുന്നതാ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കട കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ പിന്നെ ഇനി പോകുമ്പോൾ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു 10 രൂപ ഒരു 2-3 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനത്തെ ചെറിയ ബണ്ണുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ 10-20 ആ ഒരു റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. ഇത് കമ്മലിൻ്റെ സെക്ഷനാണ് കേട്ടോ. കമ്മലും അത് ഒരുപാടുണ്ടെന്നാണ്, ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന റിങ്ങുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല, അതോ ഈ സെക്ഷനൊക്കെ കൂടുതൽ റിങ് ടൈപ്പാട്ടോ. പിന്നെ ചീർപ്പ്, പേന, പെൻസില്, അങ്ങനത്തെ എല്ലാതും ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ റിങ്ങുകൾ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ ബാക്കിൽ റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 40 രൂപ, 30 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആ ചേച്ചിമാർ വന്ന് നിൽക്കണ കാരണം അവർ പറഞ്ഞു തരും കേട്ടോ. ഇത് എത്ര രൂപയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരും. പിന്നെ ചിലതിന് എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലുള്ള പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കവിഞ്ഞിപ്പോൾ തെറ്റിയിട്ടതാണ് ആ കേട്ടോ. ഇത് 40 രൂപ കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം പക്ഷെ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ നല്ല വലുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെയൊക്കെ ഞാൻ ഓൺലൈനിൽ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അതൊക്കെ ഉണ്ട്, അതൊക്കെ 20-30 ആ ഒരു റേറ്റ് തന്നെ ഉള്ളൂ ഈ കമ്മലുകൾ. പിന്നെ ഞാൻ ഏതാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇത് റേറ്റ് കുറവാട്ടോ. ഈ കുഞ്ഞിക്കമ്മൽ 70 രൂപയാട്ടോ. ഒരു ചെറിയ കമ്മൽ, ചിലപ്പോൾ അപ്പോൾ കല്ലുണ്ട്, അതുകൊണ്ടായിരിക്കാം 70 രൂപ ഇട്ടേക്കണത്. അങ്ങനെ പിന്നെ ഇതേ കുറേ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഉള്ളിൽ വലിയ വലിയ കമ്മലുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനത് വല്ലാണ്ട് നോക്കിയില്ല, കണ്ടേ ചെറിയ ചെറിയ ഗ്യാപ്പുള്ളിടത്ത് പോലെ ഒരു കമ്മലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞിട്ടോ, ഞങ്ങൾ പോയിട്ടുണ്ട്, മുന്നേ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പറഞ്ഞിട്ടോ. പക്ഷെ ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണം ഗുരുവായൂർ അമ്പലത്തിൽ പോകണ വഴിക്ക് നമ്മൾ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ. പിന്നെ ജസ്റ്റ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും പുറത്തുനിന്ന് വാങ്ങി പോരാ എന്നല്ലാണ്ട് ഉള്ളിലേക്കൊന്നും കയറേണ്ട ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ കടകളിൽ കയറുമ്പോൾ നമുക്ക് വില കുറവിന് കിട്ടുന്ന സാധനങ്ങൾ നോക്കി മേടിക്കണുണ്ടോ. കാരണം വേറെ ഒന്നല്ല, ചില ഐറ്റംസൊക്കെ നമുക്ക് പുറത്തുള്ളത് അതേ റേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ കുട്ടികളുടെ ഫ്രണ്ടിൽ തന്നെ കണ്ണാടകൾ എടുക്കുന്നുണ്ടായിരുന്നു. ലോക്കൽ സാധാരണ കണ്ണാടകളില്ലേ നമ്മൾ കുഞ്ഞു മക്കളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ പുറത്താണെങ്കിൽ 40 രൂപയ്ക്ക് കേട്ടോ. പക്ഷേ ഇവിടെ ചിലത് 50-ഉം 60-ഉം ഒക്കെ ആ റേഞ്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങുക, ഏതാണ് നമുക്ക് ഇങ്ങനത്തെ കടകളിൽ കിട്ടുമ്പോൾ വില കുറവിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ, റേറ്റൊക്കെ നോക്കിയിട്ട്. ഇതൊക്കെ 10-20 ആ റേറ്റൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മിക്ക ഷോപ്പുകളിലും ആ റേറ്റൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. കുറേ എണ്ണത്തിൻ്റെ റേറ്റൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിനും ഇത്രയധികം സാധനങ്ങൾ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും റേറ്റ് ചോദിച്ച് നിൽക്കാൻ പറ്റില്ല. കുറേ എണ്ണം അവർ എഴുതിയിട്ടുണ്ട്, നെയിൽ കട്ടറിൻ്റെയൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് 65 രൂപ. പക്ഷെ എന്നാൽ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമല്ലേ. അതുപോലെ കുറേ കീ ചെയിനുകൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നെഗാന്ന് തോന്നുന്നു കേട്ടോ, അത് കണ്ടിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ പിന്നെ നോക്കിയില്ല. 85 രൂപ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഈ വക ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. വീണ്ടും ഞാൻ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നൊരു ഈ തുമ്പിയുടെ 10 രൂപയുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് വെച്ചിട്ട്. അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത് ബാക്കിൽ ടിക്ക് അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റണം എന്നാണില്ലേ, അത് ഇതാട്ടോ. ഇതിൻ്റെ വേറെ സാധാ വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് അവൾക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതെടുത്തിട്ടില്ല. പിന്നെ ഒരെണ്ണം ഇപ്പോൾ ഞാൻ എടുത്തില്ല, ഒരു വൈറ്റ്, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിലായതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു ഭംഗി അറിയാം എടുത്തത്. നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് തന്നെ. പിന്നെ കുറച്ച് പഴയ ഫോണായതുകൊണ്ടായിരിക്കും അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവുണ്ട്. അത് കാരണം അതിൻ്റെ ഭംഗിയൊന്നും അറിയില്ല. അപ്പോൾ നേരിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ട ഇത് നല്ല രസമില്ല, 10 രൂപയുള്ള കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു.
ഈ ക്ലിപ്പ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിന് 30-40 രൂപയാട്ടോ. ഞാൻ എടുത്തില്ല, ഞാൻ വെറുതെ നോക്കി വില ചോദിച്ചു അവിടെ വെച്ചു. അതുപോലെ ഈ കുറേ ഇങ്ങനത്തെ ക്ലിപ്പുകളുണ്ട് കേട്ടോ. ഒക്കെ നല്ല രസമുണ്ട് കാണാൻ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോക്സിൽ താലി, അതുപോലെ ചെറിയ ചെറിയ ലോക്കറ്റുകൾ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ വീണ്ടും നമ്മൾ മോതിരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആയു കേട്ടോ മോതിരത്തിൻ്റെ അവിടേക്ക് വീണ്ടും എത്തിക്കണത്. എന്താ വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടം, പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കുറേ നേരമായി മോതിരം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. നമ്മൾ കുറേ വെറൈറ്റി മോതിരങ്ങളുണ്ട് കേട്ടോ. എല്ലാ എന്താ പറയുക, സ്റ്റീലാ ചെമ്പ. ഈ ആമയുടെ പിന്നെ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മിക്കവരുടെ കൈമലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് സനു വന്നപ്പോൾ കൊടുങ്ങല്ലൂരിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആമയുടെ കാലോ എന്തോ ഒരു ഭാഗം പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നൊരു കുഞ്ഞിതൊക്കെ 10 രൂപയുടെ കേട്ടോ. എന്നിട്ട് ഈ വിളയോ അങ്ങനെ എന്തോ പറയുന്നത്. എന്താണ് ഈ സംഭവം ഈ വിള എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 10 രൂപയുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ വളകളൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാത്തുമ്പോഴും പിന്നെ ഈ ഒരു നീല എന്താ പറയുക ഈ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ടിൽ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഹെയർ ബാൻഡ്, ഇതിപ്പോൾ മുടിയായിട്ടുള്ളത്. അത് മാത്രം വേറെ വെച്ച് നോക്കാം കേട്ടോ അവർ. അതുപോലെ ഈ ഒരു ബാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 20 രൂപയുള്ളൂ കേട്ടോ. ഇതോ ദൂരെന്നറിയോ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ആ ഒരു ബോക്സ് നിറയുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചതാന്ന് തോന്നുന്നല്ലേ, ഇതൊക്കെ ഇട്ട്. പക്ഷെ എൻ്റെ കൈമലയ്ക്ക് എനിക്ക് വലിയ ഭംഗി തോന്നിയില്ല. പക്ഷേ ഈ സംഭവങ്ങൾ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കണ്ട. അവൻ ആ പാവക്കുട്ടികളെ കണ്ടപ്പോഴാണ് അതുപോലെ പാനിയാണെന്ന് വെച്ചിട്ടാട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാനിയൊന്നല്ല, അതെന്തോ ലിപ് ഗ്ലോസോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. അതൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ച് നോക്കൽ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള വള കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഈ വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത്. അത്രയോളം തോന്നുന്നു കേട്ടോ. കുറേ കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വില ചോദിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും വാങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കടയുടെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാട്ടോ. കാരണം ടോയ്സ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാതും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലെ ഏതെങ്കിലും ഷോപ്പോ കാര്യങ്ങളൊക്കെ കാണാൻ വെച്ചാൽ അടുത്തത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.